തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ശേഷം മാങ്കൂട്ടത്തെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പുതുവത്സര ആശംസകൾ അറിയിച്ചു പോലും അദ്ദേഹത്തെ കണ്ടില്ല. ക്രിസ്തുമസ് ആശംസകൾ അറിയിച്ചാണ് അദ്ദേഹം അവസാനം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത് മന്നം ജയന്തി ആഘോഷത്തിനാണ്. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും. എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും. ഈ 2 പോസ്റ്റുകളായിരുന്നു അദ്ദേഹം അവസാനമായി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ വിവാദത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും ശേഷവും അയാൾ ചെയ്യുന്നതെല്ലാം ഒപ്പിയെടുക്കാൻ പ്രത്യേകിച്ച് ഒരു PR-ന്റെയും മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം നല്ലപോലെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കാറുണ്ട്. അത്തരത്തിൽ ചങ്ങനാശ്ശേരി പെരുന്നയിൽ തുടക്കമായ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി ആഘോഷങ്ങൾക്ക് എത്തിയ മാങ്കൂട്ടത്തെയാണ് കാണാനായത്. പ്രമുഖ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ പെരുന്നയിലേക്ക് ഒഴുകുമ്പോൾ ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം മാങ്കൂട്ടം തന്നെ മാറുകയാണ്. മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി ഇന്ന് രാവിലെയാണ് മാങ്കൂട്ടം പെരുന്നയിലെത്തിയത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം NSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം രാഹുൽ പെരുന്നയിലെത്തുന്നത് NSSുമായുള്ള തന്റെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാൻ കൂടിയാണ്. കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ NSSന്റെ പിന്തുണ രാഹുലിന്റെ വിജയത്തിൽ നിർണായകമായിരുന്നു. സമദൂര നിലപാടിൽ നിന്നും ശരിദൂരത്തിലേക്കും പിന്നീട് രാഹുലിന് അനുകൂലമായ നിലപാടിലേക്കും NSS എത്തിയത് വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയത്തിന് ശേഷമുള്ള മന്നം ജയന്തി ആഘോഷങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം NSS നേതൃത്വത്തിലുള്ള നന്ദി പ്രകടനമായിട്ട് കൂടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. സത്യത്തിൽ അയാളെ സെലിബ്രിറ്റിയാക്കി മാറ്റിയത് ഇവിടുത്തെ മാധ്യമങ്ങളും CPM-ന്റെ സൈബർ സഖാക്കളുമാണ്. മാങ്കൂട്ടമെന്ന് ചുണ്ടനക്കിയാൽ പിടിക്കാൻ നിൽക്കുന്ന മട്ടിലാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുള്ളത്. ആഘോഷത്തിനെത്തിയ ആളുകളോട് രഹസ്യമായി സംസാരിക്കുന്നത് പോലും ഒപ്പിയെടുക്കാനുള്ള വ്യഗ്രത ഇന്ന് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ കൂടി കാണാം.